ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് ഡു ആണ്. ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക എന്നാണ്. അപ്പൊ ഡുവിന്റെ എല്ലാ ഫോംസും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക. അപ്പൊ ഡുവിന്റെ രണ്ട് ഫോം എന്താണ്? ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നാണ്. എന്നാൽ അതിന്റെ V2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഡിഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെർബാണ് ഈ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഡുവിന്റെ V2 എന്ന് പറയുന്നത് ഡിഡ് ആണ്, ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഡു എന്ന വെർബിന്റെ V3 എന്ന് പറയുന്നത് നമ്മൾ ഏതിന്റെ കൂടെ യൂസ് ചെയ്യാം? ഹാവിന്റെ കൂടെ അല്ലെ. അപ്പൊ ഹാവിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ V3 എന്ന് പറയുന്നത് ഡൺ ആണ് വരേണ്ടത് കേട്ടോ, അല്ലാതെ ഡിഡ് അല്ല. നമ്മൾ പറയാറുണ്ട് ചില വെർബുകള് V2ഉം V3യും ഒരുപോലെയാണെന്ന്. എന്നാൽ ഡുവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഹാവ് ഡൺ, ഹാസ് ഡൺ എന്നാണ്, ചെയ്തിട്ടുണ്ട് എന്നാണ്. ഓക്കെ, ഇനി ING ഫോമിലോട്ട് വരികയാണെങ്കിൽ ഈസ് ഡൂയിങ്. സാധാരണ പോലെ ING യൂസ് ചെയ്യുക. ഈസ് ഡൂയിങ്, ആം ഡൂയിങ്, ആർ ഡൂയിങ്. ഓക്കെ, അപ്പൊ എന്താണ്? ചെയ്യുകയാണ് അല്ലെ, ഹോംവർക്ക് ചെയ്യുകയാണ്, ഞാൻ ജോലി ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് ഡൂയിങ്, ആം ഡൂയിങ്, ആർ ഡൂയിങ് എന്ന് യൂസ് ചെയ്യുന്നത്. ചെയ്യുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ്? വാസ് ഡൂയിങ്, were doing അല്ലെ. പാസ്റ്റിലോട്ട് വരുമ്പോൾ was doing, were doing. അപ്പൊ ഡൂയിന്റെ എല്ലാ ഫോംസും നമ്മൾ പഠിച്ചല്ലോ. ഇതുപോലെ എല്ലാ വെർബുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഡു, ഡസ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു എന്നാണ്. ഹാവ് ഡൺ, ഹാസ് ഡൺ ചെയ്തിട്ടുണ്ട്. ഈസ് ഡൂയിങ്, ആം ഡൂയിങ്, ആർ ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെ വാസ് ഡൂയിങ്, വർ ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുകയായിരുന്നു. ഓക്കെ, അപ്പൊ ഡു എന്നുള്ള വെർബ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെർബുകൾ ഇനിയും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് ആയിട്ട് ഇതേക്കുറിച്ചുള്ള സെന്റൻസ് ഇടാട്ടോ. ഓക്കെ, താങ്ക് യു.